ഫ്രണ്ട്സ്, ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ അടിപൊളി 2 സൂപ്പ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഒന്ന് രാഗി സൂപ്പും അതുപോലെ തന്നെ ഒന്ന് ഓട്സിന്റെ സൂപ്പും. അപ്പൊ ആദ്യം നമുക്ക് രാഗി സൂപ്പ് എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നോക്കാം. ആദ്യം ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഗാർലിക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഗാർലിക്കിന്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലോട്ട് ഓണിയനും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഓണിയനും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഓണിയൻ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്, ഞാനിവിടെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, അതുപോലെ തന്നെ കോണും എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച കുത്തു മാറുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നെക്സ്റ്റ് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുരുമുളകിന്റെ കുത്തു മാറുന്ന വരെ വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ബൗൾ എടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് രാഗി പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ടൊന്നും കുത്താത്ത രീതിയിൽ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കട്ടയൊക്കെ പോയതിനു ശേഷം അതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ മിക്സ് ഇനി നമുക്ക് ഈ കുക്കായി വന്ന വെജിറ്റബിളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാം കേട്ടോ. ഇപ്പൊ ഈ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്ന് ഒന്നും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് കുറുകി വരും. അങ്ങനെ തിക്കായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കുക. അതിനുശേഷം അതൊന്ന് തിളപ്പൊട്ടുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇതെല്ലാം അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ രാഗി സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇത് നമ്മുടെ രാഗി സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഡിന്നറായിട്ടോ നമുക്ക് മോർണിംഗിലോ ഒക്കെ കഴിക്കാം കേട്ടോ. ഇതൊരു അടിപൊളി സൂപ്പാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെജിറ്റബിൾസ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒരു ഡിഷാണ് കേട്ടോ. ഇത് ഷുഗർ പേഷ്യൻസിന്, കൊളസ്ട്രോൾ കൂടിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓട്സ് സൂപ്പാണ്. ഓട്സ് പൊറിഡ്ജ്, ഓട്സ് കഞ്ഞി എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ ഇതും രാഗി സൂപ്പ് പോലെ തന്നെ അടിപൊളി ഒരു ഡിഷാണ്. നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനും അതുപോലെ കൊളസ്ട്രോൾ കൂടിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ഞാനിതാ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ്, ഇൻസ്റ്റന്റ് ഓട്സ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. കുക്കായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പൊ നന്നായിട്ട് ഓട്സ് തിളച്ച് പൊന്തിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഗാർലിക് ഇട്ട് കൊടുക്കുക. അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഓണിയൻ ഇട്ട് കൊടുക്കുക. അതുപോലെ കോൺ ഇട്ട് കൊടുക്കുക. അതുപോലെ ക്യാരറ്റ്, ബീൻസ് ഇട്ട് കൊടുക്കുക. നമ്മളടുത്ത് ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വിടുക കേട്ടോ വെജിറ്റബിൾസിനെ. പിന്നെ വല്ലാണ്ട് കുറുകി വരികയാണെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസായി കൊടുക്കുക. ഈ ഒരു സമയം നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ നമ്മുടെ ഓട്സ് സൂപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് കൂടുതലായിട്ട് കുക്കാവണം, വല്ലാണ്ട് കുക്കായിട്ട് ഉടയണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നുകിൽ കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ അവിടെ നമ്മുടെ ഓട്സ് കഞ്ഞി, ഓട്സ് പൊറിഡ്ജ്, ഓട്സ് സൂപ്പ് എന്നൊക്കെ പറയുന്ന ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മളെ ഓട്സ് സൂപ്പ് ഇരിക്കാൻ. ഒന്ന് ചൂടാറി കഴിഞ്ഞ് ഒന്നുകൂടെ കട്ടി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, ബൗളിലോട്ട് മാറ്റി കൊടുക്കുക. ഇപ്പൊ അവിടെ അടിപൊളി ഓട്സ് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും കൊളസ്ട്രോൾ പേഷ്യൻസിനും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിന്നർ അല്ലെങ്കിൽ മോർണിംഗ് ഡിഷാണ് കേട്ടോ. നമുക്ക് ഏത് സമയത്താണ് കംഫർട്ടബിൾ വെച്ചാൽ കഴിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അടിപൊളി ഓട്സ് സൂപ്പിന്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ 2 റെസിപ്പി കാണിച്ചു തന്നു. 2 റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.